സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 304 SS വെച്ചിട്ടാണ് 2 കാർ നിർത്താനുള്ള ഒരു ഏരിയയാണ്. 1,20,000 രൂപയ്ക്കാണ് ഇതിന് ടോട്ടൽ പ്രൈസ്. പിന്നെ അതിനുശേഷം വിളിച്ചാലും പറഞ്ഞായിരുന്നു എന്ത് വേണമെങ്കിൽ ഞങ്ങൾ സെന്ററിലുള്ളത് അതിന് ടച്ച് ആവുന്ന പോലും ഇല്ല. ഇല്ല നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 40. ചൂടൊന്നും ഇല്ല കേട്ടോ. ചൂട് വളരെ കുറവാണ്. വർക്ക് നമുക്കൊരു 5-6 ദിവസമേ വരുന്നുള്ളൂ. മാക്സിമം സ്ട്രക്ചറും ഫാബ്രിക്കും ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സും ചെറിയൊരു ഫിസർ പോലത്തെ എടുത്ത് കാണിക്കാറുണ്ട്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പോർച്ച് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് ടെൻസൈൽ പോർച്ച്. ടെൻസൈൽ പോർച്ച് എന്ന് പറയുന്ന സമയത്തേക്ക് നിങ്ങൾ ആലോചിക്കും, നമ്മളെ വീട്ടിൽ ചെയ്യുന്ന സമയത്തേക്ക് തന്നെ ഒരു പോർച്ച് അങ്ങ് ഉണ്ടാക്കിയ പോരെ, എന്തിനാ പിന്നീട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പോർച്ചൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. പലപ്പോഴും നമ്മൾ പ്ലംബിങ്ങിൻ്റെ വർക്കൊക്കെ ഒരുപാട് കോൺട്രാക്ട് എടുക്കുന്ന സമയത്തേക്ക് നമ്മൾ ഇന്റർലോക്കിന്റെ ആഴം കൂട്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില വീട്ടുകാർ വിടില്ല. മേലെ കൂടി ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൽ കൂടി പൈപ്പ് ഇടിക്കുക ചെയ്യുക. പിന്നീട് അവർ പണക്കാരായി ഇന്റർലോക്ക് ഇടുന്ന സമയത്തേക്ക് പൈപ്പ് പൊട്ടിക്കേണ്ടി വരും. അതുപോലെ മിക്ക വീടുകളിൽ സംഭവിക്കുന്നതാണ് ചെറിയ പോർച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പായലൊക്കെ കെട്ടി ആ വീട്ടിന് മേച്ചാവാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് പറ്റാത്ത രീതിയിലുള്ള ഒരു കാറും കൂടി വാങ്ങിയിട്ട് മൊത്തത്തിലൊരു കൺജഷൻ ആകുന്ന അവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ ഒഴിവാക്കാനും പുതിയതായാലും പഴയതായാലും ഏത് വീട്ടിനും ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പോർച്ചിൻ്റെ ഒരു സെറ്റപ്പാണ് നമ്മുടെ സ്റ്റാറ്റസ് റൂഫിംഗ് ചെയ്യുന്ന ടെൻസൈൽ പോർച്ച്. അപ്പോൾ ഈ ടെൻസൈൽ പോർച്ചിനെ പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടെൻസൈൽ പോർച്ചിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് പറഞ്ഞുതരാൻ വേണ്ടി മെറ്റീരിയൽ, പിന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കാനുണ്ട്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി ഹസീബ് ഇവിടെയുണ്ട്. എന്തൊക്കെയാണ് ഹസീബ്? സുഖം. അപ്പം നമുക്ക് ഈ പോർച്ചിന്റെ കാര്യങ്ങൾ, അത് പ്രൈസ് മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു 2 പില്ലറിൽ ഇവിടെ ഹാങ് ചെയ്യുന്നു. ഇത് കുറെ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ആയിപ്പോവോ, ഇതിന് വാറണ്ടി ഉണ്ടോ, മുകളില് പൊടി നിൽക്കും, ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. എല്ലാം ഒന്ന് ക്ലിയർ ആണ്. ടെൻസൈൽ കാർ പോർച്ച് ശരിക്കും ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആണ്. ഒരു ഗാരേജ് പോർച്ച് എന്നുള്ളതിന് മാറിയിട്ട് ഒരു ഓപ്പൺ സർഫസിൽ നമുക്ക് ഇപ്പൊ ഒരു ലക്ഷറി വണ്ടി വാങ്ങി അതൊരു റൂമിനുള്ളിൽ പൂട്ടിയിടുക എന്നുള്ള കൺസെപ്റ്റിന് മാറിയിട്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഇത് ചെയ്യാന്നുള്ളത്. അതെ, നമ്മൾ പേര് പോലെ തന്നെ വണ്ടി പുറമേ ആള് കാണുമ്പോൾ വണ്ടിക്കും അതിന്റെ ഒരു സ്റ്റാറ്റസ് കിട്ടണം എന്നുള്ള രൂപത്തില്. പിന്നെ ഉള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ കാണാൻ കഴിയും, നമ്മൾ 100% സ്ഥലം ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. പോസ്റ്റ് കൊണ്ടോ കാര്യങ്ങളോ ഒരു ഇഞ്ച് സ്ഥലം പോലും നഷ്ടപ്പെടുന്നില്ല വണ്ടി തിരിക്കാനും കാര്യങ്ങളും. ഇപ്പൊ ഈ വീടിന്റെ തന്നെ ഇവിടെ കുറച്ചൊരു കൺജസ്റ്റഡ് ഏരിയ ആണല്ലോ, ഒരു വിശാലമായിട്ട് ഏരിയ അല്ല. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സ്ഥലം പരിപൂർണമായി ഉപയോഗിക്കാൻ ഈ ഒരു റൂഫിംഗ്, സ്റ്റാറ്റസ് റൂഫിംഗ് കൊണ്ട്, ടെൻസൈൽ റൂഫിംഗ് കൊണ്ട് കഴിയും എന്നുള്ളതാണ്. ഇത് നമ്മളിങ്ങനെ 2 പില്ലറായിട്ടാണല്ലോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ഫോട്ടോസ് ഒക്കെ കണ്ടു സിംഗിൾ ആയിട്ടുള്ള പില്ലറുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെ നിൽക്കുവോ, വെയിറ്റ് വരുമ്പോൾ പോയി ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, നമ്മളിത് ഒന്ന് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് ഇതിന് ഉപയോഗിക്കുന്ന ഫാബ്രിക്. പിന്നെ നമ്മളതിന്റെ വിൻഡ് ലോഡ്, കാറ്റ് വരുമ്പോഴാണല്ലോ ഇതിന്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരിക. അപ്പൊ അതിന് വേണ്ടിയുള്ള കറക്റ്റ് കാൽക്കുലേഷനിൽ ആണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വർക്കുകൾ ഓരോന്നും ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇവിടെ നമ്മൾ ടാറ്റയുടെ മൈൽഡ് സ്റ്റീലാണ് ഇതിന്റെ സ്ട്രക്ചറിന് മൊത്തം ഉപയോഗിക്കുന്നത്. ടാറ്റ MS മാത്രമേ സ്ട്രക്ചറിന് ഉപയോഗിക്കാറുള്ളൂ. ബെൽജിയം മെയ്ഡ് ഫാബ്രിക് ആണ് ഉപയോഗിക്കുന്നത്. ബെൽജിയം മെയ്ഡ് 10 വർഷം വാറണ്ടി ഉള്ള ടെൻസൈൽ ഫാബ്രിക് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഔട്ട് ആണ് മുകളിലുള്ള. ഇപ്പൊ തന്നെ സാറിന് പുറത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചെറിയ പൊടികളും മുകളിലുണ്ടാവും. സ്വാഭാവികമാണ്, ഒരു വാഹനം പോകുമ്പോൾ പൊടി പാറും. പക്ഷെ അതൊരിക്കലും ഇന്നർ സർഫസിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് എപ്പോഴും ഇതിന്റെ ഒരു ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബ്ലൈൻഡ് ഒക്കെ കട്ടൻ ഒക്കെ പറയുമ്പോൾ, അതായത് ഹാഫ് കട്ട് വരുന്നുണ്ട് ഇതിന്റെ. അതായത് ഇതിന്റെ സെന്ററിൽ ഒരു ബ്ലാക്ക് ലെയർ വരുന്നുണ്ട് ഈ ഫാബ്രിക്കിന്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകൾ ട്രാൻസ്പെറൻസി അല്ല, ഡയറക്റ്റ് ഈ മെറ്റീരിയൽസ് ട്രാൻസ്പെറൻസി ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. നമുക്ക് ഇവിടെ ഏറ്റവും എന്താ പറയാ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, കസ്റ്റമർക്ക് ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ്. അതുകൊണ്ടാണ് നമ്മളെ വർക്കുകൾ 95% നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പിന്നീട് വരുന്ന UV-ന്റെ പ്രശ്നവും ഒക്കെ തീർച്ചയായിട്ടും ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, പ്രൊട്ടക്ട് ആയി പോകും. പിന്നെ നമ്മുടെ സാധാരണ പോളികാർബണേറ്റ് വരുന്ന പോലെ അല്ലെങ്കിൽ റൂഫിംഗ് ഷീറ്റിൽ വരുന്ന പോലെ ചൂടൊന്നും ഇല്ല കേട്ടോ. ചൂട് വളരെ കുറവാണ്. എനിക്കിപ്പോ ഫീൽ ചെയ്ത കാര്യം ഡയറക്റ്റ് പറഞ്ഞത്, ഞാൻ പോളികാർബണേറ്റിന്റെ വർക്ക് വല്ല കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ആളാണ്, റൂഫിംഗ് ഷീറ്റിന്റെ വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇപ്പൊ ഒരു ഫീൽ ചെയ്യാൻ പറ്റിയൊരു സംഭവം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 12 മുതൽ 15 ദിവസം വരെയാണ് ഇതിന്റെ ടോട്ടൽ ഫിനിഷിംഗ് ടൈം. ഫുൾ നിങ്ങൾ ഒരു കോൺട്രാക്ട് എടുത്തതിന് ശേഷം അത് ഫിനിഷ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈം. അത് അത്രയും ദിവസം ഇവിടെ വർക്ക് വരുന്നില്ല. വർക്ക് നമുക്കൊരു 5-6 ദിവസമേ വരുന്നുള്ളൂ മാക്സിമം. ആദ്യം നമ്മൾ ഇതിന്റെ സിവിൽ വർക്ക്, കോൺക്രീറ്റ് വർക്ക് ചെയ്യും, ഫൗണ്ടേഷൻ വർക്ക്. അതിന്റെ മുകളിൽ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം
നമ്മൾ ഇതിന്റെ പിന്നെ മൈന്യൂട്ട് ഡ്രോയിങ്സുകൾ മില്ലിമീറ്ററിലെ ഡ്രോയിങ്സ് എടുത്തിട്ട് നമുക്കായിട്ട് സെപ്പറേറ്റ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ നമുക്ക് ഗമ്മിങ്ങോ കാര്യങ്ങളോ ഒട്ടിക്കലോ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ 12 to 15 പറയുന്നത്. ഇനി അതല്ല, ഒരാൾക്ക് പെട്ടെന്ന് ഗൾഫ് പോകണം, ഒരു അടുത്ത ആഴ്ച പോവാണ്, എനിക്കത് കാണണം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള മെത്തേഡ്സും നമ്മുടെ അടുത്തുണ്ട്. സ്ട്രക്ചറും ഫാബ്രിക്കും ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സും അതിന്റെ ഒന്നും കൂടി സ്യൂട്ട് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യാഡ് ഡ്രോയിങ് ഒക്കെ അത്രയും മൈന്യൂട്ട് ആയിട്ട് ക്രോസ് അളവൊക്കെ എടുത്തതിന്റെ ശേഷം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് വെരി അർജന്റ് ആയ കേസുകളിലൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അതല്ലേ നമുക്ക് ഈ ഒരു പോർഷനൊക്കെ വരുന്നത് ഇതിപ്പോ WPC ബോർഡാണ് വെച്ചിട്ടുള്ളത്. മൾട്ടിവുഡ് ഫോം ബോർഡ് എന്ന് പറയും. മൾട്ടിവുഡ് ബ്രാൻഡ് നെയിം ഫോം ബോർഡാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കാസ്റ്റ് കണ്ടോ അങ്ങനെ ഡിസൈൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ആ ഒരു തിക്നെസ് കിട്ടുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. തിക്നെസ് ഫിനിഷിംഗും കുറച്ച് കുറവായിരിക്കും, ചെറിയൊരു ഫിസർ പോലത്തെ എടുത്ത് കാണിക്കാനുണ്ട്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും അറിയാൻ താല്പര്യമുള്ള കാര്യം ഇതിന്റെ പ്രൈസിങ് തന്നെയായിരിക്കും. അതെ, നമ്മളിതൊരു പ്രീമിയം ലെവൽ പിന്നെ പ്രൊഡക്റ്റ് ആണ്, ബെൽജിയം മെയ്ഡ് ആണ്. പിന്നെ അതിന്റെ ഒരു പ്രൈസിങ്ങും കാര്യങ്ങളാണ് ഇതിന് വരുന്നത്. നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 540, 550 ഏരിയ അനുസരിച്ച് നമുക്ക് ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ള നമ്മൾ 2 കാർ നിർത്താനുള്ള 6 മീറ്റർ നീളം 6 മീറ്റർ വീതിയും കൊടുത്തിട്ടുള്ള 2 കാർ നിർത്താനുള്ള ഒരു ഏരിയയാണ്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 220, 225, 2,20,000 രൂപയ്ക്കാണ് ഇതിന് ടോട്ടൽ പ്രൈസ്. നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്ത് അതിന് സ്ട്രക്ചർ ചെയ്ത് ഈ മൾട്ടിവുഡ് ജാളി ഫാബ്രിക് പെയിന്റിങ് എല്ലാം ടോട്ടൽ ഫിനിഷ് വർക്കിന് വരുന്ന എല്ലാം കൂടി വരുന്ന പ്രൈസ് 220 ഏകദേശം റേഞ്ചിൽ കൊടുക്കും. ഇതില് നമ്മള് ക്ലയന്റ് എന്തെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആയിട്ട് ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് സാധാരണ കേസിൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ ഓഫീസിലെ ഡിസൈനിങ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുക. അവിടെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡിസൈനിങ് ടീം ഉണ്ട്. അവർ ഇവിടെ ഈ ഒരു വീടിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏത് മോഡലാണ് നല്ലത് എന്നുള്ളത് ക്ലയന്റിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇന്ന മോഡൽസുകൾ ഇവിടെ ഉണ്ട്, അതിലേതാണ് സാറിന് താല്പര്യം, ഇന്ന മോഡൽസ് ഇവിടെ സ്യൂട്ടബിൾ ആണെന്നുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തതിന്റെ ശേഷം നമ്മളിവിടെ വർക്ക് പ്രൊവൈഡ് ചെയ്യും. ചില സ്ഥലത്ത് നമുക്ക് പിന്നെ ആ മോഡൽ ഒന്നും പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ അതിന് ഡിസൈനേഴ്സ് 3D വരച്ചിട്ട് വീടിന് അറ്റാച്ച് ചെയ്തിട്ട് 3D വരച്ചിട്ട് ചില പക്ക സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലൊക്കെ ചെയ്ത വീടുകളുണ്ടാവും. അപ്പൊ അതിന് ഈ കർവ് ഒഴിവാക്കാൻ പറ്റുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ആർക്കിടെക്ചേഴ്സ് ഒക്കെയാണ് കാര്യമായിട്ട് അങ്ങനെ ചോദിക്കാറുള്ളത്. ഓരോ കൺസെപ്റ്റിലുള്ള ഡിസൈൻ അവിടെ വരേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ ഡിസൈനേഴ്സും ആർക്കിടെക്റ്റും കൂടി പിന്നെ ഒന്ന് മിങ്കിൾ ചെയ്തിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ആക്കിയതിന് ശേഷം കൊടുക്കാറുണ്ട്. പിന്നെ എനിക്കുള്ള ഡൗട്ടാണ്, നമ്മളിപ്പോൾ ഈ സ്ട്രക്ചറൽ വർക്ക് എടുക്കുന്നെന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ റൂഫിംഗ് ഷീറ്റ് ആണെങ്കിൽ ഒരു 3 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 90 സെന്റിമീറ്ററിൽ നമ്മളിങ്ങനെ ഫർലിംഗ് ഇങ്ങനെ ഇട്ട് പോകും. ഇതിലാണെങ്കിൽ ആകെ 2 എൻഡിൽ മാത്രമേ ഉള്ളൂ, സെന്ററിലുള്ളത് അതിന് ടച്ച് ആവുന്ന പോലും ഇല്ല. അതെ, ടെൻസൈൽ റൂഫിങ്ങിന്റെ ഒരു പ്രത്യേകത അതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ വർക്ക് ആയിരിക്കും ഇതിന് വരിക. പക്ഷെ ആ ചെയ്യുന്ന സ്ട്രക്ചർ പൈപ്പുകൾ മെറ്റീരിയൽസ് നല്ല തിക്നെസ് കൂടിയ ഹൈ ക്വാളിറ്റി സംഭവങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇത് 2 എൻഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കിയാൽ ഒന്നും ആവാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ടൈറ്റ്. പിന്നെ ഇത് ഫാബ്രിക് ഒക്കെ ടൈറ്റ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 304 SS വെച്ചിട്ടാണ് അതിന്റെ നെറ്റ് ബോൾട്ടും പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ആയാലും മറ്റുള്ള റൂഫിംഗ് ഷീറ്റ് ഒക്കെ വെതർ എന്ന് പറഞ്ഞിട്ട് വെതർ പ്രൊട്ടക്ഷൻ വെതർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിന് അങ്ങനത്തെ എന്തെങ്കിലും വാറണ്ടിയോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റും? നമുക്ക് ഈ ഫാബ്രിക്കിന് 10 ഇയർ വാറണ്ടി ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ള ഫാബ്രിക്കിന് ഉണ്ട്. 10 ഇയർ വാറണ്ടിയുടെ ഫാബ്രിക്കാണ് ചെയ്തിട്ടുള്ളത്. 800 GSM അത് 15 വർഷം വരുന്നതുണ്ട്, 20 വർഷം വാറണ്ടി വരുന്നതൊക്കെ ഉണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ സ്പാന് കൂടിയ സംഭവങ്ങൾ ആണെങ്കിൽ 20 വർഷത്തോളം വാറണ്ടിയുള്ള ഫാബ്രിക്കുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഏത് കാലാവസ്ഥയ്ക്കും സ്യൂട്ടാണ് ഇത് സംഭവം. കാറ്റിന് വണ്ടി നനയുന്ന ഒരു പ്രശ്നം ഓപ്പൺ ആയിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്കിത് ഓപ്പൺ കൺസെപ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു ഡൗട്ടാണ് അത് വരുന്നത്. ഇങ്ങനെ കാണും, പ്രത്യേകിച്ച് വീഡിയോസിൽ കാണുമ്പോൾ ഒന്നും കൂടി ഓപ്പൺ ആയിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ വരുന്ന പ്രശ്നം ഇത് നമ്മൾ അതിനനുസരിച്ചുള്ള ഡയമെൻഷൻസ് ആണ് സെറ്റ് ചെയ്യുന്നത് ഇതിൽ. ഇപ്പൊ ഒന്നാമത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കാറ് ഒരു 4.55 ഒരു 5 മീറ്ററിന്റെ അടുത്താണ് ഒരു 7 സീറ്റർ വരാൻ തോന്നുന്നു. അതിനുവേണ്ടി നമ്മൾ 6 മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. അതേപോലെ വിടുത്തും അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഡയമെൻഷൻസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ആ ഒരു വെയിലും മഴയും കൊള്ളാതിരിക്കാനുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഇത് വരുത്തുന്നത്. പിന്നെ ഹൈറ്റും കുറവാണല്ലോ, ഹൈറ്റ് കുറവാണ്. അതെ, കാറ്റിനൊന്നും ഒന്നിച്ച് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഹൈറ്റ് കൊടുത്താൽ മതി. കാരണം ഇതിന്റെ ഒരു വ്യൂ വരുന്നത് അതിന്റെ ടോപ്പ് സർഫസും ആ വ്യൂവും കൂടി മൊത്തത്തിൽ കാണുമ്പോഴാണ്. ഒരുപാട് പൊന്തി നിൽക്കാതുള്ള ഒരു വ്യൂ ആണ് ഇതിന്റെ ഭംഗിയായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഓഡിയൻസിന് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഞാൻ ഏതായാലും ലാഡർ വെച്ച് നോക്കുന്നതാണ്. ഇതിന്റെ മുകളിൽ അപ്പാടെ ചളിയാ,
അപ്പൊ നമുക്കിതിപ്പോ മുകളിൽ കയറിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമോ അല്ലെ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ? വാഷ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഈ റോഡ് സൈഡിലൂടെയാണല്ലോ, തൊട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്തായാലും പൊടി ഇതിന്റെ മുകളിലേക്ക് വരുന്ന 100% ഉറപ്പാ. ഏത് മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാലും പൊടി വരും. നമ്മളെ കാലാവസ്ഥയിൽ പൊടിയും മഞ്ഞും കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ചളിയായിട്ട് മാറും ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ വാഷ് ചെയ്യാൻ പറ്റും. മേളിലൂടെ നടന്നിട്ട് ഇത് വാഷ് നടന്നാലും ഇത് താവൂല. അത് നമുക്ക് മേളിൽ സപ്പോർട്ട് മാത്രമായിട്ടും താവില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാൻഡിലിവർ അത്രയും സ്ട്രെങ്ത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടെൻസൈലിന്റെ സ്ട്രെങ്ത്തിൽ അവിടെ നിൽക്കും. നമുക്ക് പർലിംഗ് ഇല്ലാത്ത ഭാഗത്തിലൂടെയും കൂടി നടന്നിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സോപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. മഴ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ പ്രാവശ്യം വാഷ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതിയ അന്ന് ചെയ്ത ഫാബ്രിക് പോലെ തന്നെ നമുക്ക് കിട്ടും. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് അവിടെ എത്ര പൊടി ഉണ്ടായിട്ട് ഇവിടെ ഈ താഴെ ഭാഗത്തേക്ക് ഒന്നും കാണുന്നില്ല എന്നുള്ളതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. മാക്രോയിൽ എടുക്കാൻ പറ്റില്ല, ഇത്രയും ദൂരം നല്ല കാണുന്നത്. റഫാണല്ലോ എങ്ങനെ വരുന്നത്? റഫ് അല്ല, ഒരു ഗ്ലേസിംഗ് ഫോമിൽ തന്നെയാണ്. അതായത് ഗ്രിപ്പ് ചെയ്ത് നിൽക്കില്ല, നമ്മളെ ചളി കാര്യങ്ങളൊന്നും ഗ്രിപ്പ് ചെയ്ത് നിൽക്കില്ല. വാഷ് ചെയ്ത് തന്നെ അത് പോയിക്കോളും. നമുക്ക് ഇത് എവിടെയൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, എവിടെ ബേസ് ചെയ്യുന്നത്? നമ്മളത് ഓൾ കേരള ലെവലില് വർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ വർക്ക് റണ്ണിങ്ങിലാണ്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. കോയമ്പത്തൂര്, കർണാടക ഏരിയയിലും നമ്മളെ വർക്കുകൾ ഓൾറെഡി. പിന്നെ അവിടെ ആയിട്ട് ചെയ്യല്ല, ഇവിടുത്തെ കസ്റ്റമേഴ്സ് അവിടെയും കൂടി അവർക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മളെ വർക്കുകൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും കേട്ടോ. നമുക്ക് ഒരു ഫീഡ്ബാക്ക് കൂടി ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക? ഇല്ലല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നമ്മളെ കസ്റ്റമേഴ്സിന് അവരോട് ചോദിച്ചാൽ അവരുടെ അഭിപ്രായം വാങ്ങാം. ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമുക്കും കേൾക്കേണ്ടത്. എന്തെങ്കിലും തിരുത്താണ്ടെങ്കിൽ തിരുത്താം, ഒന്നുകൂടി ബെറ്റർ ആക്കണമെങ്കിൽ ബെറ്റർ ആക്കാം. എന്താണോ സാറ് പറയുന്നത് അഭിപ്രായം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണല്ലോ. അത് ഏതായാലും ഒരു എഡിറ്റ് പോലും ചെയ്യാതെ, അതായത് അതിൽ വരുന്ന ഫാൾട്ടുകൾ, സംസാരത്തിൽ വരുന്ന ഫാൾട്ടുകൾ ഒഴികെ ബാക്കി ഒരു എഡിറ്റും ചെയ്യാതെ ഞാൻ നിങ്ങൾ കാണിക്കുകയും ചെയ്യും. അപ്പൊ ഏതായാലും താങ്ക് യു ആസിഫ് ഭായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അപ്പൊ നമുക്ക് ഏതായാലും ഇനി ഫീഡ്ബാക്ക് കൂടി എടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇത് നമ്മൾ മുസ്തഫക്ക, വീട്ടിന്റെ ഓണറാണ്. പോർച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാറ്റസ് റൂഫിനെ സമീപിച്ച എന്താണ് നിങ്ങളുടെ അവിടുത്തെ ഇപ്പോഴത്തെ അനുഭവം, അതുപോലെ തന്നെ ആ സമയത്ത് കോൺടാക്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫീഡ്ബാക്ക്? കോൺടാക്ട് എൻ്റെ മോന് ബാംഗ്ലൂരിൽ നിന്ന് ഓൺലൈൻ കിട്ടിയ നമ്പർ പ്രകാരമാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം പറഞ്ഞ പോലെ പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് തീർത്താന്ന് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട് തന്നെ പണി തീർത്താന്ന്. ഇത് എത്ര നാളായി ഇപ്പോൾ ചെയ്തിട്ട്? 4 മാസം കഴിഞ്ഞു. 4 മാസം അല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും. ജെന്യൂൻ ഫീഡ്ബാക്ക് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ്, നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല അല്ലേ? എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതിനുശേഷം വിളിച്ചേരും പറഞ്ഞായിരുന്നു എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഒന്നും വന്നിട്ടുമില്ല. മുസ്തഫക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രേ കാണിക്കാനുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.